ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താ എല്ലാവരും വിശേഷം? സുഖാണോ? ഞാനും ചാക്കോച്ചനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ആക്നെ മാറാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റീസെൻ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു. ഈ ക്യാപ്സ്യൂൾ എടുത്താൽ, ഞാൻ ആ ക്യാപ്സ്യൂളിൻ്റെ പേര് പറയുന്നില്ല, ഈ ക്യാപ്സ്യൂൾ എടുത്താൽ പിമ്പിൾ മാറുമോ ചേച്ചി, ഈ ക്യാപ്സ്യൂൾ എടുത്തിട്ടാണോ? എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ ഓർമ്മയിലാണെന്ന് തോന്നുന്നു. ആ കുട്ടി എന്നോട് ചോദിച്ചു ഈ ക്യാപ്സ്യൂൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിമ്പിൾ മാറുമോ എന്ന്. ഒരിക്കലും ഞാൻ ആ കുട്ടിയെ കുറ്റം പറയുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ടും നമുക്ക് ഒരു മാറ്റവും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര വീക്കാവും. സ്വാഭാവികമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വെറുത്ത് പോകും. നമുക്ക് മടുപ്പായി പോവും. എത്ര ഡോക്ടർമാർ മാറി മാറി കാണിച്ചു, എന്നിട്ടും ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇനി എന്തിനാ ഇങ്ങനെ ഡോക്ടർമാരെ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ ഈ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ക്ലിനിക്കിൽ പോകുന്നതും എല്ലാം നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിനെ ആശ്രയിക്കും, സെക്കൻഡ് യൂട്യൂബിനെ ആശ്രയിക്കും. അതുപോലെ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ മാറി മാറി ഓരോന്നും നമ്മൾ ഫേസിലും ഒക്കെ ട്രൈ ചെയ്യും. നിങ്ങൾ ഫേസിൽ എന്താ പറയുക ട്രൈ ചെയ്യുന്നതിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് നമ്മൾ ഫേസിൽ ഇപ്പോൾ കുറേ ആൾക്കാർ കുറേ ട്രീറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നമ്മൾ മെഡിസിൻ കഴിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. അത് ഭയങ്കര സീനുള്ള കാര്യമാണ്. ഒരിക്കലും ആരും അതൊരു സിമ്പിൾ മാറ്ററായിട്ട് ചിന്തിക്കാൻ പാടില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സൈഡ് എഫക്റ്റ് ഉള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഡോക്ടേഴ്സ് വരെ കൊടുക്കാൻ പേടിക്കുന്ന ക്യാപ്സ്യൂൾസ് ഉണ്ട് കേട്ടോ. അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, ഇത് കഴിച്ചാൽ നല്ലതാണോ എന്ന്. ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾസ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് കഴിക്കാതിരിക്കുക. ഭാവിയിൽ ഒരുപാട് സൈഡ് എഫക്റ്റ് നമ്മൾ സഹിക്കേണ്ടി വരും. എനിക്ക് ഡോക്ടർ തന്ന ക്യാപ്സ്യൂൾ ഞാനൊരു 6 months ഒരു 1 year ആയിട്ട് ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഉണ്ടായ ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതൊന്നുമല്ല. പിന്നെ എൻ്റെ പ്രായം കണക്കാക്കിയിട്ടും കൂടിയാണ് എനിക്ക് ആ ഡോക്ടർ ആ ക്യാപ്സ്യൂൾ എഴുതുന്നത്. ഇപ്പോഴും ഞാൻ ആ ക്യാപ്സ്യൂളിൻ്റെ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. മേ ബി ചിലവർ ഭയങ്കര ഡിപ്രഷൻ മൈൻഡിലായി അല്ലെങ്കിൽ ഈ പിമ്പിൾസ് മാറാത്തതിൻ്റെ ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ എന്താക്കും, പോയിട്ട് നമ്മൾ മേടിച്ച് കഴിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കഴിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ക്യാപ്സ്യൂൾ ഒരിക്കലും നിങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക. ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. ക്യാപ്സ്യൂൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരിക്കലും വാങ്ങി കഴിക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഇത് പറയണമെന്ന് ഭയങ്കര ഒരു ത്വരയായിപ്പോയി. എനിക്ക് ഒന്നാമത് സമയമില്ല. സത്യം പറയുന്നത് ഒരുപാട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ എൻ്റെ സമയമില്ലായ്മ ഒക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഇത് എന്നെ ഇപ്പോഴും എനിക്ക് സമയമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും ഇതൊന്ന് വീഡിയോ ഒക്കെ ഇടണം. കാരണം ഞാനും സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുമ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നോർമലി നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരും. അപ്പോൾ അതിൻ്റെ പുറമെയാണ് ഞാൻ ഈ സമയമില്ലാത്തടത്ത് വീഡിയോ എടുത്തിടുന്നത്. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ ഒരിക്കലും ക്യാപ്സ്യൂൾ എടുക്കരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില ഡോക്ടർമാർ വരെ എന്താ പറയുക തരത്തില്ല, അങ്ങേയറ്റം ഗതി കിട്ടാൻ മാത്രമേ കൊടുക്കുകയുള്ളൂ. അങ്ങനത്തെ ക്യാപ്സ്യൂളൊക്കെയാണ് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ചിലവർ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ പറയുന്നത് കാണിച്ചിട്ട് എടുത്ത് വാങ്ങി കഴിക്കുന്നതും ചോദിക്കുന്നതും. എന്തായാലും ആ കൊച്ചിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു ഇതാണോ കഴിക്കാൻ. ഞാൻ പറ്റും മോളെ, ഞാൻ ഇത് പറഞ്ഞു തരത്തില്ല, അത് റിസ്ക് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞു തരാൻ പറ്റാത്തത്. പക്ഷെ ക്യാപ്സ്യൂൾ ഒരിക്കലും കഴിക്കാതിരിക്കുക. കുട്ടി വാങ്ങി കഴിക്കില്ല എന്ന് വിചാരിക്കുന്നു. എനിവേ നമ്മൾ അങ്ങനത്തെ ക്യാപ്സ്യൂൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളോ യൂട്യൂബോ കുറേ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചിട്ട് ഒരിക്കലും കഴിക്കാതിരിക്കുക കേട്ടോ. ഇത് പ്രഗ്നൻസി റിലേറ്റബിൾ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ക്യാപ്സ്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ
നമ്മളെ ഫേസ് ഭയങ്കര ഡ്രൈ ആക്കും, ലിവർ ഫങ്ഷൻ ഡാമേജ് ആവുന്ന തരത്തിലുള്ള ക്യാപ്സ്യൂൾസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലിപ്പൊക്കെ പൊട്ടിപ്പോകുന്ന അങ്ങനത്തെ ഒരു ക്യാപ്സ്യൂൾസ് ഉണ്ട്. ഹെയർ ലോസ് വരാൻ ചാൻസ് കൂടുതലുള്ള ക്യാപ്സ്യൂൾ ഉണ്ട്. സോ ഇങ്ങനത്തെ കുറച്ച് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാപ്സ്യൂൾ നിലവിൽ ഒരു ആക്നെ ട്രീറ്റ്മെൻറ്റിന് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഒരു 6 months 1 year ആയിട്ടൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. അപ്പം മെയിനായിട്ട് നമ്മളൊരു 1.5 മാസം കൂടുമ്പോൾ നമ്മൾ ലിവർ ഫങ്ഷൻ റെഡി ആണോ എന്നുള്ളത് നമ്മൾ പോയിട്ട് ലാബിൽ ബ്ലഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കണം. അതുപോലെ പ്രഗ്നൻസിയെ ഒരുപാട് ബാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കാം ഇങ്ങനത്തെ കുറച്ച് ക്യാപ്സ്യൂൾസ് ഒക്കെ. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുന്ന വുമൺസ്, മാരീഡ് ആവാൻ പ്രിപ്പയർ ചെയ്യുന്ന വുമൺസ്, ഇങ്ങനെയൊന്നുമില്ല, ഹെവി റിസ്കി ആയിട്ടുള്ള ക്യാപ്സ്യൂൾസ് ദയവ് ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് കഴിക്കാതിരിക്കുക കേട്ടോ. ഞാൻ ഇങ്ങനൊരു ക്യാപ്സ്യൂൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നെ ഒരുപാട് എൻ്റെ ബോഡി എല്ലാ കാര്യവും, എൻ്റെ ഹോർമോൺ എല്ലാത്തിലും ഒരുപാട് എന്താ പറയുക, അതൊക്കെ റിലേറ്റബിൾ ആണ് അതിൽ. സോ എനിക്ക് പിമ്പിൾ മാറിയേ പറ്റുമായിരുന്നുള്ളൂ. അത്രയും പെയിൻഫുള്ളായിട്ട്, എൻ്റെ പഴയ വീഡിയോയിൽ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഞാൻ അത്രയും പെയിൻഫുള്ളായിട്ട് സഹിച്ച ഒരാളാണ്. ചിലപ്പം എല്ലാവർക്കും ഇങ്ങനെ വേണ്ടി വരണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ക്യാപ്സ്യൂള് ചെറിയ പ്രായക്കാർ ഒരിക്കലും കഴിക്കാതിരിക്കുക. കഴിച്ചാൽ അതിലൊരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം നോക്കിയും കണ്ടും നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് ക്ഷമ എന്നുള്ളൊരു സാധനം ഈ ആക്നെ ട്രീറ്റ്മെൻറ്റിന് മസ്റ്റ് ആണ്. ഇന്ന് പോയി നാളെ കുറഞ്ഞേ പറ്റൂ എന്ന് ചിന്തിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരിക്കലും കുറയില്ല. ഇതൊരു പനിയോ ഒരു ജലദോഷം പോലെയോ അല്ല. ഇത് ഒരുപാട് റീസണബിൾ ആയിട്ടായിരിക്കാം ഈ ആക്നെ പ്രോബ്ലംസ് വരുന്നത്. നമ്മളത് ആദ്യം കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷനായി മെല്ലെ 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 ചിലപ്പോൾ കുറേ നമ്മൾ ഇതിന് വേണ്ടി മെനക്കെടേണ്ടി വരും. പക്ഷെ ക്ഷമ എന്നൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പകുതി കാര്യങ്ങളും നമ്മളെ പേജിൽ റെഡി ആവും കേട്ടോ. ഒരുപാട് സ്ട്രെസ്ഡ് ആവാതിരിക്കുക. കാരണം ഓവർ സ്ട്രെസ്ഡ് ആവും തോറും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ള ചാൻസസേ കൂടത്തുള്ളൂ, കുറയില്ല. നമ്മളത് പറ്റത്തില്ല. പക്ഷെ നമുക്ക് മാക്സിമം നമ്മൾ ആ ഒരു കാര്യം ചിന്തിക്കാതെ ഇരിക്കുക. നമ്മൾ ഓവറായിട്ട് അതിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്ക് പിന്നെയും ടെൻഷൻ വരുന്നത്. സോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ ഓവറായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കാതെ ഇരിക്കുക. ഈ ആക്നെ എന്നുള്ള ഇഷ്യൂ മാറും, എന്തായാലും മാറും. നല്ലൊരു ട്രീറ്റ്മെൻറ്റ്, പിന്നെ ക്ഷമ വേണം. 1 മാസം കഴിച്ചാൽ ചിലപ്പോൾ മാറില്ല എന്ന് കരുതി അടുത്ത മാസം ഇതെനിക്ക് ശരിയാവുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന ചിന്തയാണ്. എന്നാലും ഒരു ക്ഷമയോടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതെന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് മാറും, മാറാതിരിക്കില്ല. ആക്നെ അല്ലേ, മാറിക്കോളും. അതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എൻ്റെ വിഷയം ഇതാണ്. ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ ക്യാപ്സ്യൂൾസ് ഒന്നും ആരും വാങ്ങി കഴിക്കാതിരിക്കുക കേട്ടോ. ഈ 10, 20, 22 വയസ്സുള്ള പിള്ളേരൊക്കെയാണോ എന്ന് ചോദിക്കുന്നത്. എനിക്കതാണ് ഏറ്റവും വിഷമം. നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഫോൺ ഉണ്ട് കയ്യിൽ, ശരിയാണ്. അതുകൊണ്ട് നമ്മൾ അതും ഇതൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇഷ്ടമുള്ളതുപോലെ വാങ്ങി കഴിക്കുമ്പം ഒരുപാട് സൈഡ് എഫക്ട്സ് വരും. ഇത് കഴിച്ചിട്ട് ചിലപ്പോൾ ആക്നെ മാറിയാലും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ വേറെ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ അതിനേക്കാളും വലിയ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓടി നടക്കേണ്ടി വരും കേട്ടോ. ആ ഒരു ഇതുള്ളതുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശമല്ലാതെ ഒരിക്കലും ഒരു ക്യാപ്സ്യൂളും നിങ്ങൾ കഴിക്കരുത്. ഓയിൽമെൻറ്റ്സ് പുരട്ടുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നമ്മൾ കുറേ ക്രീംസ് യൂസ് ചെയ്യുന്ന പോലെയേ അല്ല കേട്ടോ. ഈ ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം, അതൊരു ഗുളികയാണെങ്കിൽ പോലും ആ ഒരു ഗുളിക കഴിക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് ഉണ്ട്. ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. അതൊന്നും അറിയാതെ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊന്നും കണ്ടെന്ന് വെച്ചിട്ട് ഈ ക്യാപ്സ്യൂൾ വാങ്ങി കഴിക്കാം ഒരിക്കലും പാടില്ല. ദയവ് ചെയ്ത് അതിന് ആരും മുൻകൈ എടുത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഞാനിതൊന്ന് പറയാമെന്ന് വിചാരിച്ചു.
നല്ലൊരു ഡോക്ടറെ നിങ്ങൾ മാക്സിമം നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്തൊരു കാര്യത്തിന് പോവുകയാണെങ്കിൽ നമ്മളൊരു സെൽഫ് കോൺഫിഡൻസോടെ പോവുക. ഇത് മാറും, ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഓക്കെ ആവും. നമ്മൾ അങ്ങനത്തെ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ ഡോക്ടറെ കാണിച്ചാൽ ഇനി മാറില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കാതെ എന്തായാലും എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, എനിക്ക് എന്തായാലും എൻ്റെ ഫേസ് റെഡി ആവും, അല്ലെങ്കിൽ എൻ്റെ ആക്നെ പോവും. അപ്പോൾ ആദ്യം ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. എന്തൊക്കെ ഇല്ലാത്തവർ ലോകത്ത് ജീവിക്കുന്നല്ലേ. അപ്പോൾ 2 കുരു വന്നാലും എനിക്ക് ധൈര്യമായിട്ട് നടക്കാം. മറ്റുള്ളവരിങ്ങനെ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് വെച്ചിട്ട് അത് വിട്ട് കളയുക കേട്ടോ. മറ്റുള്ളവർ പലതും പറയും. 4 ആൾക്കാർ നമ്മളെ കാണുമ്പം നമ്മുടെ വീട്ടിലുള്ളവർ വരെ പറയും, ഈ പിമ്പിൾസ് എന്താ ഇങ്ങനെ. നമ്മുടെ കല്യാണം കഴിച്ച് നമ്മൾ കെട്ടിയാൽ ചിലപ്പോൾ പറയും, എന്തതിന് മുഖത്ത് ഇങ്ങനെ. പക്ഷെ നമ്മൾ തളരാതിരിക്കുക, നമ്മളൊരു സെൽഫ് കോൺഫിഡൻസിൽ നിൽക്കുക. ഇതൊക്കെ മാറും, മാറ്റിയെടുക്കണം. അതിന് നമ്മൾ ആദ്യം മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആവണം. നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറായി, മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആയി, ടെൻഷനൊക്കെ മാറ്റി വെച്ച് നമ്മൾ ലൈഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ അതൊക്കെ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഇത് മാത്രം ഇരിക്കരുത്. മാറ്റാനുള്ള കാര്യങ്ങൾ, പിമ്പിൾ മാറാനുള്ള എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുക. സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. എനിക്കറിയാം എത്രത്തോളം സ്ട്രഗിളിങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ട് മാക്സിമം ഇരിക്കാൻ നോക്കുക. ഒരിക്കലും ഓരോരുത്തർ ഓരോന്ന് പറയുന്നത്, നിങ്ങൾ ക്രീം ഒരുപാട് പേര് ഇങ്ങനെ അത് ചെയ്യാൻ ഇത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഫേസിൽ തേക്കുക, അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. പക്ഷെ ക്യാപ്സ്യൂൾ എടുക്കുന്നവരാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ ക്യാപ്സ്യൂളൊന്നും വാങ്ങി കഴിക്കാതിരിക്കുക. ഒരുപാട് സൈഡ് എഫക്ട്സുകൾ പിന്നീട് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ തന്നെ അതിൻ്റെ പുറകെ ഓടേണ്ടി വരും, വിഷമിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.